അപ്പോഴാണ് പിടിച്ചത്. ഞങ്ങളും ലേഡീസ് അങ്ങ് കേറി അങ്ങോട്ട് ഭരിച്ചാൽ എന്താണ്ട് ഒരുപാട്. ഇപ്പൊ എങ്ങനെയുണ്ട്, ഒരു ലേഡിക്ക് പറയാനുള്ള അവകാശം പോലും നിങ്ങൾ നിഷേധിക്കുകയാണ്. ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ദിലീപിനെയും ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു പ്രശ്നമാണ്. അല്ലാതെ എല്ലാ സമയാസമയം ഉചിതമായ ഒരു പ്രശ്ന പരിഹാരത്തിന് ഒരു നേതൃത്വം വഹിക്കാൻ അവിടെ ആളില്ല എന്നുള്ളത്. ഈ നടപ്പിലാക്കുന്നത് എന്ന് പറയുന്നത് പ്രസിഡന്റ്, ട്രഷറർ, കുറച്ച് ഭാരവാഹികളല്ല അവിടെ നടപ്പിലാക്കുന്നത്. ഈ അൻസിബയ്ക്ക് പ്രതികരിക്കാനുള്ള ഒരു എന്റെ അവകാശം. അമ്മ വിഷയത്തിൽ ഇപ്പോൾ രമേശ് പിഷാരടി പ്രതികരിച്ചിരിക്കുകയാണ്. രമേശ് പിഷാരടി പറയുന്നത്, അൻസിബയെ ഫോണിൽ വിളിച്ചിരുന്നു, അതുപോലെ തന്നെ ടിനി ടോമിനെ ഫോണിൽ വിളിച്ചിരുന്നു, കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കുവാനുമായിട്ട് ശ്രമിക്കുകയും പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് എടുക്കുകയും അതുപോലെ അവരോട് തന്നെ നേരിട്ട് ശ്വേതാമേനോനെ നേരിട്ട് ചെന്ന് സംസാരിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളോട് ഇപ്പോൾ രമേശ് പിഷാരടി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തന്നെ മാലാ പാർവതി എന്താണ് ഓൺലൈനിൽ വന്ന് വളരെയധികം വികാരാധീനമായി തന്നെ വളരെ വിഷമത്തോടു കൂടി സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ മാലാപാർവതിയുടെ എന്താണ് അഭിപ്രായങ്ങളും, അല്ലെങ്കിൽ ആ ഒരു മാലാപാർവതി വളരെയധികം ഈ പ്രശ്നങ്ങൾ വളരെയധികം മനസ്സിലാക്കിയ ഒരാളാണ്, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ അറിവ് ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് ഉള്ള ഒരു ആൾ എന്ന നിലയ്ക്ക് തന്നെയാണ് മാലാപാർവതി പ്രതികരിച്ചിരിക്കുന്നത്. ഓരോ വാക്കുകളിലും സത്യസന്ധതയാണെങ്കിലും നമുക്ക് അങ്ങനെ, എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ മാലാപാർവതി പ്രതികരിക്കുന്ന ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടേക്കോ എന്തൊക്കെയോ ക്രമക്കേടുകൾ അവർക്ക് തന്നെ മനസ്സിലാവുകയും അതേക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച വഴിമാറി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നീറ്റലും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പലർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ സ്പോൺസർഷിപ്പിന്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകളാണ് അവിടെ വരുന്നത്. അത് എല്ലാ അംഗങ്ങൾക്കും, ഇപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള, എനിക്ക് കേട്ടത്രോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അതായത് ഒരു സമ്മേളനം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെ, ആ കമ്മിറ്റിയിലുള്ള ഓരോ അംഗങ്ങളുടെയും അഭിപ്രായത്തിന് പ്രസക്തിയുണ്ട്. അവിടെ സെക്രട്ടറി, പ്രസിഡന്റ്, അല്ലെങ്കിൽ ട്രഷറർ, അതുപോലെയുള്ള ഭാരവാഹികൾ മാത്രമല്ല അവിടെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഒരു ഭാരവാഹികളല്ല തീരുമാനിക്കുന്നത്. എല്ലാ അംഗങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള ഒരു അവകാശമുണ്ട്. ആ അഭിപ്രായങ്ങൾക്കെല്ലാം മുഖവിലേക്ക് എടുക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ ഭാരവാഹികൾക്കുണ്ട്. അതുപോലെ മുഖവിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ കാര്യങ്ങൾക്കും അവരുടെ അഭിപ്രായം ചോദിക്കണം. അവരുടെ അഭിപ്രായത്തിന് എതിരില്ലാത്ത ഒരു അഭിപ്രായം ഭൂരിപക്ഷം ആൾക്കാർക്കും വരുന്നുണ്ടെങ്കിൽ മാത്രമേ, ഭൂരിപക്ഷം ആരാണോ അവിടെ ആ ചർച്ച ചെയ്യുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്കാണ് അവിടെ വില കൊടുക്കുന്നത്, അതാണ് നടപ്പിലാക്കുന്നത്. ഈ നടപ്പിലാക്കുന്നത് എന്ന് പറയുന്നത് പ്രസിഡന്റ്, ട്രഷറർ, കുറച്ച് ഭാരവാഹികളല്ല അവിടെ നടപ്പിലാക്കുന്നത്. ഈ അൻസിബിക്ക് പ്രതികരിക്കാനുള്ള ഒരു എന്റെ അവകാശമുണ്ട്, ചോദിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അൻസിബിക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളുണ്ട്. നമ്മളൊരു ഒരു വൺ സൈഡ് പറയുകയല്ല, ഒരു വൺ സൈഡ് അല്ല പറയുന്നത്, ഒരാളുടെ ഭാഗമല്ല. നമുക്ക് കേട്ടത്തോ മനസ്സിലായ കാര്യമാണ്. മാലാപാർവതി വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് കാര്യങ്ങളുടെ നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാകും. മാലാപാർവതി ഓരോ വാക്കിലും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മല്ലിക സുകുമാരൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മല്ലിക സുകുമാരൻ പറയുന്നത്, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന നടന്മാർ ഇതിലേക്ക് വരണം, ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണം, അവരുടെ അവരുടെ ഒരു നേതൃത്വത്തോടു കൂടി തന്നെ കാര്യങ്ങൾക്ക് പ്രശ്നത്തിന് കാണണമെന്നാണ് പറയുന്നത്. ഈ അമ്മയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അൻസിബ കോടതിയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്നത്. അതേസമയം അൻസിബയുടെ പരാതി കിട്ടിയപ്പോൾ തന്നെ, അൻസിബ പരാതി കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ അൻസിബയുടെ മെയിൽ വരുമ്പോൾ ഇവരത് സശ്രദ്ധം വീക്ഷിക്കണം. എന്താണ് അതിനകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവര് മെനക്കെടാത്തത്? ഈ അമ്മയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സമയാസമയം ഉചിതമായ ഒരു പ്രശ്ന പരിഹാരത്തിന് ഒരു നേതൃത്വം വഹിക്കാൻ അവിടെ ആളില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് എന്റെ പോയിന്റ്. മറ്റൊന്നുമല്ല. അതായത് ഒരു സാമ്പത്തിക ക്രമക്കേടും തോന്നിയാലോ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു പരാതി, ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഒരാൾ പറയാണ്, ഒരു പരാതി, എനിക്ക് എങ്ങനെ ഒരു പരാതി ഉണ്ട്, ഇന്നയാളിൽ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് പറയുവാനുള്ള അവർക്ക് പറയാനുള്ള ഒരു ചോയ്സ് ഉണ്ട് അവിടെ. അത് എന്തുകൊണ്ട് അത് നിഷേധിക്കുന്നു? അമ്മയിൽ ഒരു പരാതി കിട്ടിയാൽ അവിടെ നേതൃത്വം വഹിക്കുന്ന ഭാരവാഹിത്വം വഹിക്കുന്ന ആൾക്കാർ അത് മുഖവിലേക്ക് എടുക്കണം, അത് പരിശോധിക്കണം. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി. അവരുടെ ആ പ്രശ്നങ്ങൾക്ക്, അവരുടെ മാനസികമായ വിഷമം അനുഭവിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ അവര് നോക്കാൻ ബാധ്യസ്ഥരാണ് അവരെ പിന്നെ എന്തിനാണ് ഇതിന്റെ മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത്? ഓരോ കാര്യങ്ങൾ, അതായത് കമ്മിറ്റി കൂടട്ടെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടുത്ത മാസമുണ്ട്, പിന്നത്തെ മാസമുണ്ട്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതിന്റെ ഒന്നും ആവശ്യം ഒരു വ്യക്തിക്ക് എന്ന് കേട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ല. അതായത് ഒരു പരാതി കിട്ടിയാൽ
എല്ലാവർക്കും ഒരേപോലെയാണ് അവിടെ അവകാശം. അവിടെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി എന്നൊക്കെ അല്ലെങ്കിൽ ട്രഷറർ എന്നൊക്കെ പറയുമ്പോഴും എല്ലാ ആൾക്കാർക്കും അഭിപ്രായം പറയാനുള്ളത് വോയിസ് ഉണ്ട് അവിടെ, റൈറ്റ് ഉണ്ട് അവിടെ, അല്ലേ? അതെന്തുകൊണ്ട് നിഷേധിക്കുന്നു? അതിലാണ് ഏറ്റവും കള്ളത്തരം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടത് നിഷേധിക്കുന്നു? ഒരാളുടെ പരാതി കിട്ടിയാൽ അത് ടിനി ടോം ചെയ്ത് തെറ്റ്, ടിനി ടോമിന്റെ പിന്നെ ആ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ എന്താണ് അൻസിബയുടെ ഭാഗത്താണെങ്കിലും ഒരു ശരിയുണ്ടാവുമല്ലോ. ആരുടെയെങ്കിലും ഭാഗത്തൊരു ശരിയുണ്ടല്ലോ. അത് കണ്ടുപിടിക്കേണ്ട ചുമതല ആർക്കാണ്? ഈ ഭാരവാഹികളാണ്, നേതൃത്വം വഹിക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ ഒരു ചുമതല വഹിക്കുന്നത്. അതെന്തുകൊണ്ട് നിഷേധിക്കുന്നു? അൻസിബ പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടും എന്താണ് ഇത്തരം ഒരു പരാതി എടുക്കാനാവില്ല. അതുകൊണ്ടാണ് ഈ അമ്മയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അമ്മയിൽ പ്രശ്നങ്ങൾ ലാലേട്ടനും മമ്മൂക്കയും ഇരുന്നപ്പോൾ ഇത്രയും പ്രശ്നമൊന്നുമില്ല. ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് പിടിച്ചത്. ഞങ്ങൾ ലേഡീസ് അങ്ങ് കയറി അങ്ങോട്ട് ഭരിച്ചാൽ എന്താണ് ഒരുപാട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു ലേഡിക്ക് പറയാനുള്ള അവകാശം പോലും നിങ്ങൾ നിഷേധിക്കുകയാണ്, അല്ലേ? അങ്ങനെയല്ലേ? ഒരു ലേഡിക്ക് പറയാനുള്ള, അവിടെ ഒരു ലേഡി, ഒരു പുരുഷനും ഒരു പെണ്ണും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ അവർ ആ കാര്യം ഒന്ന് ഏറ്റെടുക്കുന്നൊന്നും പോലും ഇല്ല എന്നുള്ളതാണ്. മാസങ്ങളായ കാര്യങ്ങളാണ് ഈ ഇത്രയും പുകഞ്ഞ് ഇത് ആളിക്കെത്തുന്നത്. ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് കടത്തിയതാരാണ്? ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ കാര്യം വന്നു ഭവിച്ചത് എപ്പോഴാണ്? അത് ഇത്രയും നാളായിട്ടും തന്റെ പരാതി ആരും കേൾക്കുന്നില്ല, തന്നെ ആരും മുഖവിലക്കെടുക്കുന്നില്ല, തന്റെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല, തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കും ഒരു സ്ത്രീ കോടതിയിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക്, ഇപ്പോൾ പലയിടങ്ങളിലും ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് ഈ കേസ് പോയിരിക്കുകയാണ്. ഇതൊക്കെ ആരാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ഓരോരുത്തരുടെയും ഓരോ വാക്കുകളും ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോരുത്തരും വന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെയൊക്കെ ആ വാക്കുകളിലുള്ള സത്യസന്ധത, ആ വാക്കുകളിലുള്ള ആത്മാർത്ഥത, ആ വാക്കുകളിലുള്ള അറിവ്, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. നമ്മൾ അത് ആ ഒരു പോയിന്റിലേക്കാണ് നമ്മളിപ്പം വഴിച്ചുകൊണ്ട് ഇത് എന്താണ് ഓരോരുത്തരും ഉറ്റുനോക്കുന്നത്. ജനങ്ങൾ ഉറ്റുനോക്കുന്നത് എന്താണ്? ഈ അമ്മ വിഷയത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലും കമ്മിറ്റി കൂടാറുണ്ട്. എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഇതുപോലെയൊക്കെയുള്ള എന്താണ് സാമ്പത്തിക ഇടപെടലുകൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പേഴ്സണലായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്താണ് ഓരോ സ്ഥാപനങ്ങളും മുമ്പോട്ട് പോകുന്നത്. ഈ അമ്മയ്ക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? ഒന്നാമത് ഈ അമ്മയുടെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും മാറ്റണം, പിരിച്ചുവിടണം. ഇപ്പൊ പാർവതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിരിച്ചുവിടുക, പുതിയ ഒരു കമ്മിറ്റി രൂപീകരിക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. പുതിയ ഒരു കമ്മിറ്റി, അതായത് ഒരുവിധം വിവരവും ഇച്ചിരി കഴിവും ഒക്കെ ഉള്ള ഒരാള് ഒരു കാര്യം വന്നാൽ അതിന് സഡൻ, അതായത് ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അതിന്റെ ഒരു ദിവസം അല്ലെങ്കിൽ കൂടി വന്ന ഒരു 3 ദിവസത്തിൽ കൂടുതൽ പോകേണ്ട കാര്യമില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടുത്ത മാസം 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ കമ്മിറ്റി രൂപീകരിക്കാൻ, നമ്മുടെ വീട്ടിലെ കാര്യമാണെങ്കിൽ ശരിയാണ്, നമുക്ക് ഒരു ആഴ്ചയോ ഒരു വർഷമോ നീട്ടിവെക്കാം. ഇത് പൊതു കാര്യമാണ്, എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശമുള്ള ഒരു കാര്യമാണ്. കമ്മിറ്റി കൂടിയിട്ടേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. മെയിലിൽ വന്നിട്ടില്ല, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളല്ലേ അതിന്റെ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ മറ്റാരുടെയും സഹായം വേണോ? സത്യത്തിൽ സിനിമാക്കാരെന്ന് പറയുമ്പം എന്താണ്, വലിയ ജനങ്ങൾ മതിക്കുന്ന ഒരാൾക്കാർ, ജനങ്ങൾ വില കൊടുക്കുന്ന ഒരാൾക്കാരായിരുന്നു എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഇരുന്നപ്പോൾ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കമ്മിറ്റിയും നേതൃത്വ സ്ഥാനവും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ വിഷയം, ഏതാണ്ട് 1-2 വിഷയങ്ങൾ ഒറ്റപ്പെട്ട ആൾക്കാരുടെ എന്താണ് നടിയെ ആക്രമിക്കുന്ന കേസ് വന്നപ്പോഴാണ് അങ്ങനെ ഒരു വ്യക്തി, ഒരാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് എന്തിനാണ് ആ നേതൃത്വ സ്ഥാനത്തിലുള്ള ആൾക്കാരെ മാറ്റുന്നത്? എന്താ മലമറിക്കുമെന്ന് പറയും, സ്ത്രീകൾ വന്ന് അങ്ങോട്ട് ഭരിച്ച ഒരുപാട് സ്ത്രീകൾക്ക് നീതി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എടുത്തത്. ഇപ്പൊ എവിടെ പോയി സംഗതിയുടെ കിടപ്പ്? ഇപ്പൊ നേരെ ഓപ്പോസിറ്റ്, താഴേക്ക് കുത്തനെ പതിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ദിലീപിനെയും പിന്നെ എന്താണ് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു പ്രശ്നമാണ്, അല്ലാതെ എല്ലാ ആൾക്കാരെയും അത് ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ ഒരാൾ തെറ്റു ചെയ്തു എന്ന് വിചാരിച്ച് അവരെല്ലാവരും മോശമല്ല, അവരെല്ലാവരെയും അതേ രീതിയിൽ കാണണ്ട. ആ കമ്മിറ്റി അങ്ങോട്ട് പിരിച്ചുവിടുന്നു, അത് കഴിഞ്ഞ് വേറുള്ള ആൾക്കാരെ അങ്ങോട്ട് എടുത്ത് തലയിലോട്ട് വെക്കുന്നത് ഇതിനൊന്നും ആവശ്യമില്ല. എന്താണ് മമ്മൂട്ടി മോഹൻലാലും അവിടെ നേതൃത്വ സ്ഥാനം വഹിച്ചപ്പോൾ വളരെ നല്ല രീതിയിലാണ് പോയത്. ദിലീപിന്റെ ആ പ്രശ്നം ഒഴിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? ദിലീപിന്റെ ആ ഒരു പ്രശ്നമല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദിലീപിനെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാവ്യയും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആര് പറയുന്നു, ആരാ ഇതിനൊക്കെ എന്താ എന്ന് വെച്ചാൽ എല്ലാ നടീനടന്മാരും ഒന്നും മോശമല്ല. എത്ര നല്ല രീതിയിൽ സിനിമാ ഫീൽഡിൽ നിന്നിട്ട് വർഷങ്ങളോളം നിന്നിട്ട് കുടുംബത്തിൽ പലരും ഒരു കുടുംബത്തിൽ തന്നെ പല ആൾക്കാരും സിനിമാ രംഗത്ത് വന്നിട്ട് വളരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ, യാതൊരു പേരുദോഷവും ഇല്ലാതെ പോകുന്ന എത്രയോ ആൾക്കാരുടെ ഉദാഹരണം നമുക്ക് പറയാൻ സാധിക്കും. എത്രയോ പേരുണ്ട്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം എന്താണ്, ഈ പ്രശ്നങ്ങൾ ആരുടെ ഭാഗത്താണോ ന്യായം
അവർക്ക് നീതി കിട്ടേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഇവിടെ അൻസിബയ്ക്കാണേലും ടിനി ടോമിനാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഏതൊരു അംഗത്തിനൊരു പ്രശ്നം ഉണ്ടായാലും അവരെയൊക്കെ ചേർത്ത് നിർത്തുക, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെയും ചേർത്ത് നിർത്തി മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു ദൗത്യമാണ് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.